ഇന്നൊരു ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറി കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബദാം, പിന്നെ ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ സ്പോഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ട് 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ചെറുതായിട്ട് ചൂടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്. സാരമല്ല, നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ക്രീം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടല്ലോ, അത് കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിരിക്കുന്ന 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും പിന്നെ 1 ടീസ്പൂൺ ബട്ടറും ഉപയോഗിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മെൽറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഗ്യാസിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറഞ്ഞ തീയിൽ വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ചെറിയ കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് ബദാം, അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കിയ ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതിൽ വീണ്ടും ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഈ ഫില്ലിംഗ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പിൽ ക്രീം അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡും കൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയറിലെ പോലെ തന്നെ സെക്കൻഡ് ലെയർ നല്ല റിച്ചായിട്ട് ഫില്ലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം, പിന്നെ കുറച്ച് ക്രീം എടുത്തിട്ട് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ക്രം കോട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഭാഗമൊക്കെ പുറത്തേക്ക് ഇതുപോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കത്തി എടുത്തിട്ട് തള്ളി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എത്ര ഫിനിഷ് ചെയ്താലും കറക്റ്റായിട്ട് കിട്ടുകയില്ല. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് തന്നെ ക്രീം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷേ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യുമ്പോഴും ആ ഒരു തള്ളി നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഒരു നിഴൽ പോലെ ഇങ്ങനെ ആ ഭാഗങ്ങൾ പുറത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഫിനിഷിങ് കിട്ടാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് ക്രീം വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഞാൻ തലേദിവസം ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഫൈനൽ കോട്ടിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രം കോട്ടെല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ആ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ക്രീമൊക്കെ എവിടെ ഉണ്ടെങ്കിൽ പിടിച്ചിട്ടുണ്ട്, പിന്നീട് അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ക്രം കോട്ടിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ. ഞാനത് കേക്ക് പുറത്തെടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാലറ്റ് നൈഫും കൊണ്ട് ആദ്യം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ക്രാപ്പർ കൊണ്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ നമ്മളിങ്ങനെ സ്ക്രാപ്പർ വെച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചെറിയ ചെറിയ ഹോൾസോ എയർ ബബിൾസൊക്കെ ഉള്ള ഭാഗം വരാറുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്ന സ്ഥലത്ത് നമ്മൾ ഇതുപോലെ വീണ്ടും അവിടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ക്രീമിൻ്റെ കുറവുള്ള ഭാഗത്തൊക്കെ വീണ്ടും ക്രീം തേച്ചതിന് ശേഷം മാത്രം പാലറ്റ് നൈഫോ അല്ലെങ്കിൽ സ്ക്രാപ്പറോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും റെഡി ആവാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡൊക്കെ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വരുന്തോറും മുകളിലും കൂടി ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം തള്ളി വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് പതുക്കെ പതുക്കെ ടച്ച് ചെയ്തൊന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ തവണ അതങ്ങനെ ടച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്തോറും ഇതിങ്ങനെ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിലോ ഒക്കെ ഒന്ന് പാലറ്റ് നൈഫ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഇപ്പോൾ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഫിനിഷിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയില്ല.
അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് പോയി കാണണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.